വിസിറ്റ് വിസയിൽ വന്ന ഈ അടുത്ത കാലത്ത് വന്ന കുറേ മാറ്റം അറിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് ജോബ് സീക്കിംഗ് വിസ ഉണ്ട്, നിങ്ങൾക്കൊരു പാസ്പോർട്ട്, ഒരു ഫോട്ടോ, ഒരു ഡിഗ്രി, പ്രോമെട്രിക് എക്സാം പാസ്സായ നേഴ്സാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ആ പ്രോമെട്രിക് എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ്, ആ ഇവാലുവേഷൻ സർട്ടിഫിക്കറ്റ്, നാട്ടിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ, കേരള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ്, എം ജി യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് വെച്ച് പാസ്പോർട്ടും ഫോട്ടോയും വെച്ച് കഴിഞ്ഞാൽ ആ വിസ കിട്ടണം. വിസിറ്റ് വിസയുണ്ട്, ടൂറിസ്റ്റ് വിസയുണ്ട്, ഇതെന്താണ്. അപ്പോൾ എൻ്റെ ഫാമിലിയെ കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് നേരിട്ട് എൻ്റെ GDRF സൈറ്റ് വഴി വിസിറ്റ് വിസയുടെയും വ്യത്യാസം. നമസ്കാരം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ദുബായിൽ വിസിറ്റ് വിസയിൽ വന്ന ഈ അടുത്ത കാലത്ത് വന്ന കുറേ മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു മാസത്തോളമായിട്ട് ദുബായിക്ക് വിസിറ്റ് വിസയ്ക്ക് നാട്ടിൽ നിന്ന് വരുന്നവരുടെ അടുത്ത് പൈസ 5,000 ദിറംസ് ഉണ്ടാവണം, അല്ലെങ്കിൽ എയർ ടിക്കറ്റ്, റിട്ടേൺ ടിക്കറ്റ് സെയിം ഫ്ലൈറ്റിലാവണം, പിന്നെ ഹോട്ടൽ സ്റ്റേയുടെ അല്ലെങ്കിൽ എവിടെ താമസിക്കുന്നു എന്നുള്ളതിൻ്റെ രേഖകൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് തിരിച്ചയച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതേപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അല്ലെങ്കിൽ അതിനെ തുടർന്ന് തന്നെയാണ് ഒരു പുതിയ ജോബ് സീക്കിംഗ് വിസ ദുബായ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള ഒരു വാർത്തയും അതേപ്പറ്റി ഒരുപാട് റീലൊക്കെ വന്നു. ഞാനൊരു റീല് കണ്ടത് അറിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് ജോബ് സീക്കിംഗ് വിസ ഉണ്ട്, നിങ്ങൾക്കൊരു പാസ്പോർട്ട്, ഒരു ഫോട്ടോ, ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ദുബായിലേക്ക് 400 ദിറംസിന് 4 മാസത്തേക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ കണ്ടു. അപ്പോൾ അതേപ്പറ്റി മൊത്തത്തിൽ ഈ ഒരു സാഹചര്യത്തെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശദമായിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഞാനൊരു ട്രാവൽ ഏജൻറ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇതൊന്നല്ല, എന്നാലും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ്, നമുക്കറിയാവുന്ന ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് കളക്ട് ചെയ്തതും അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ അല്ലെങ്കിൽ ഇതുമായി അനുഭവിച്ച ആളുകൾ കിട്ടുന്ന ഇൻഫർമേഷനൊക്കെ വെച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതൊരു രാജ്യത്തും ടൂറിസ്റ്റ് വിസ ഉണ്ട് അല്ലെങ്കിൽ വിസിറ്റ് വിസ ഉണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ UK ആണെങ്കിൽ, ഒരു ഓസ്ട്രേലിയ ആണെങ്കിൽ, അല്ലെങ്കിൽ USA ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലൊക്കെ നമ്മൾ വിസിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത് അപ്രൂവൽ കിട്ടി അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഈ ട്രാവൽ ഡോക്യുമെൻറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ എവിടെ താമസിക്കും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര ഫണ്ട് ഉണ്ട്, നമ്മൾ അവിടെ ചെന്നാൽ നമ്മൾ എത്ര ദിവസമാണ് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനൊരു പ്ലാനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് നമുക്ക് സാധാരണ ആ വിസകൾ കിട്ടുന്നത്. പക്ഷേ ദുബായിക്കോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നമ്മൾ അങ്ങനെയല്ല. ഇപ്പം ഞാൻ 2013 ദുബായിൽ വരുന്നത്. അന്ന് ഇതിനേക്കാൾ നല്ല പൈസ ഉണ്ടായിരുന്നു. 60,000 രൂപയോ മറ്റോ ആയിരുന്നു വിസിറ്റ് വിസയ്ക്ക് 3 മാസത്തെ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 20,000 രൂപ അല്ലെങ്കിൽ അന്നത്തെ ഒരു 1,000 ദിറംസ് നമ്മൾ ഡെപ്പോസിറ്റും കൂടി ചെയ്യണമായിരുന്നു. അതൊക്കെ മാറി പിന്നെ ഒരുപാട് വിസിറ്റ് വിസയുടെ പൈസ കുറഞ്ഞു. അങ്ങനെയാണ് ഒരുപാട് പേര് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് വരുന്ന അല്ലെങ്കിൽ വരാൻ സാധിക്കുന്ന ഒരു രാജ്യം ദുബായ് തന്നെ ആയതുകൊണ്ടാണ് നമ്മളിൽ എല്ലാവരും അങ്ങനെ വരുന്നത്. അപ്പോൾ ആ ഒരു കൂട്ടം ആൾക്കാരെ ഇത് ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, പിന്നെ ഈ ജോബ് സീക്കർ വിസ എന്നൊക്കെ പറഞ്ഞ് അവരിലേക്ക് ആ വാർത്ത കൂടെ എത്തുമ്പോൾ അവരിത് കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുമോ? കാരണം നമ്മുടെ നാട്ടിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും പാസ്പോർട്ടും ഇല്ലാത്ത ആൾക്കാർ ഇല്ലാന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു ആൾക്കാർക്ക് തെറ്റിദ്ധാരണ തരുന്ന ഒരുപാട് വാർത്തകൾ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ റീൽസ് എല്ലാം ഷെയർ ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ വിസിറ്റ് വിസ നമുക്ക് ദുബായിക്ക് നമ്മൾ വെറുതെ ഫോട്ടോയും ID കാർഡും നമ്മൾ ഡീറ്റെയിൽസും കൊടുത്താൽ തന്നെയാണ് നമുക്ക് വിസിറ്റ് വിസ കിട്ടാറ്. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ വിസിറ്റ് വിസയ്ക്ക് മുമ്പുള്ള നിയമം, വർഷങ്ങളായിട്ടുള്ള നിയമം തന്നെയാണ്. നമ്മൾ അതിനുള്ള കാശ് കരുതണം, ഇവിടെ വന്നാൽ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര ദിവസം താമസിക്കുന്നു, അതിനൊരു ഐറ്റിനറി ഉണ്ടാവണം, നമ്മൾ എവിടെ താമസിക്കുന്നു എന്നുള്ളത് ഉണ്ടാവണം. പക്ഷേ അതൊന്നും സ്ട്രിക്റ്റ് ആയിരുന്നില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, ദുബായിലേക്ക് ഒരുപാട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന്, എല്ലാ രാജ്യത്തു നിന്ന് തന്നെ ആൾക്കാർ വിസിറ്റും ടൂറിസ്റ്റുമായിട്ട് വരുന്ന സ്ഥലമാണ് ദുബായ്. അപ്പോൾ ആ ഒരു കോട്ട അപ്പോൾ അവർക്കുണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഒരു ദിവസം ഒരു 10,000 പേർക്കായിരിക്കും അവർ വിസിറ്റ് വിസ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ ഇഷ്യൂ ചെയ്യുന്നതിൽ ചിലപ്പോൾ ഒരു ഭൂരിഭാഗവും നമ്മൾ ഇന്ത്യൻസും പാകിസ്ഥാനീസ് അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രീസിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതവർ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ അല്ലാണ്ട് ടൂറിസ്റ്റായിട്ട് തന്നെ, അതായത് ഇവിടെ കാഴ്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി വരാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പേര് നിലവിൽ ഇങ്ങനെ ജോലി അന്വേഷിച്ചും അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി സാച്ചുറേറ്റഡ് ആണ്. അതുകൊണ്ടാണ് അവരിപ്പോൾ ഈ ഒരു നിയമം അത്രയും സ്ട്രിക്റ്റ് ആക്കി വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് റിലാക്സ് ചെയ്യാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ അത് ഇനി കണ്ടിന്യൂ ചെയ്യാനും സാധ്യതയുണ്ട്, നമുക്കറിയില്ല. അതിൻ്റെ ഒപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് ഇപ്പോൾ ഈ ജോബ് സീക്കർ വിസയുടെ ഒരു പബ്ലിസിറ്റി. അപ്പോൾ അതിൻ്റെ അർത്ഥം ജോബ് സീക്കർ വിസ എന്ന് പറഞ്ഞൊരു വിസ ഉണ്ട്, നിങ്ങൾ ജോലി അന്വേഷിച്ച് വരുന്നവർ അങ്ങനെ വേണം വരാൻ എന്നാണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ആൾക്കാർ വരുന്നത് ഒരു 90% വരുന്നതും ജോലി അന്വേഷിച്ചാണ് അല്ലെങ്കിൽ ജോബ് സീക്കിങ്ങിന് വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ അവർ വരുന്നത് ആ ഒരു കാറ്റഗറി കൂടെ ആയിരിക്കണം.
എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാൽ ആ ഒരു കാറ്റഗറി, അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് 2022 ഈ ജോബ് സീക്കർ വിസ UAE ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ 2024 നമ്മളിപ്പോൾ അതിനെപ്പറ്റി അറിഞ്ഞു തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അന്ന് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീല് കണ്ടത്, ഇത് നമുക്ക് പെട്ടെന്ന് എടുക്കാം, ഒരു ഫോട്ടോ, ഒരു പാസ്പോർട്ടും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ യുവാക്കളെയും നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ദുബായിക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം 400 ദിറംസ് മാത്രമേ ചിലവുള്ളൂ. ഒരു 20,000 രൂപ പോലും ചിലവില്ല ആ വിസ എടുക്കാൻ വേണ്ടി. അതുകൂടാതെ തന്നെ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 1000 ദിറംസ് മതി, അത് തിരിച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിലാണ് ആ വാർത്ത പ്രചരിക്കുന്നത്. അപ്പോൾ അത് അത്രയും സിമ്പിളാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആ വിസ കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മൾ പഠിച്ചിരിക്കുന്ന കോളേജ് 500 യൂണിവേഴ്സിറ്റീസ് അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലങ്ങളിൽ പഠിച്ച കുട്ടികൾക്കാണ്, അതും ഫ്രഷേഴ്സ് ആയിരിക്കണം, അത് 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ പഠിച്ചിറങ്ങിയ കുട്ടികളാണെങ്കിലാണ് ആ വിസയിൽ വരാനുള്ള വിസ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ടോട്ടൽ ഒരു 15-16 യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജസ്, IIT പോലത്തെ സ്ഥാപനങ്ങളേ ഉള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ആ കാറ്റഗറിയിൽ നമുക്ക് പറ്റില്ല. പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന കാറ്റഗറി സ്കിൽഡ് വർക്കർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലെവൽ 1, 2, 3 ഉള്ള ആളുകളാണെങ്കിൽ പറ്റുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിൽ ശരിക്കും ഡിഫൈൻ ചെയ്തിട്ടില്ല എങ്ങനെയായിരിക്കും നമ്മൾ ആ സ്കില്ല് പ്രൂവ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ അതിലും ഇപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റും 500 ടോപ്പ് യൂണിവേഴ്സിറ്റിയിലും പഠിച്ച ആളുകളെ എടുക്കുമെന്ന് പറയുമ്പോൾ അവരൊരിക്കലും അതല്ലാത്ത യൂണിവേഴ്സിറ്റി പഠിച്ച ആളുകളെ ആ കാറ്റഗറിയിൽ എടുക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ കരുതണം. കാരണം അല്ലാതെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്ത്, നാട്ടിലെവിടെയെങ്കിലും ജോലി ചെയ്ത് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റും കയ്യിലുണ്ടെങ്കിൽ അവരെടുക്കില്ല. കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് അല്ല, നമ്മൾ 2 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ആളായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ പിന്നെ എടുക്കാൻ സാധ്യതയുള്ളത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നേഴ്സ് ഒരു പ്രോമെട്രിക് എക്സാം പാസ്സായ നേഴ്സാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ആ പ്രോമെട്രിക് എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ്, ആ ഇവാലുവേഷൻ സർട്ടിഫിക്കറ്റും അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റും പാസ്പോർട്ടും ഫോട്ടോ ഒക്കെ വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോബ് സീക്കർ വിസ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കിട്ടിയതായിട്ട് ഒരു കൺഫേം ആയ വാർത്ത ഇതുവരെ അറിയാത്തതുകൊണ്ടാണ് ഞാനത് ഉറപ്പിച്ച് പറയാത്തത്. പക്ഷേ അവർക്ക് ആ ഒരു സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഓക്കെ, അതെന്തായാലും എല്ലാവർക്കും ചെയ്യേണ്ടതാണ്. അതിൻ്റെ കൂടെ അവർക്ക് അറിയണം, ഈ വരുന്ന ആൾ ഒരു മാനേജർ ലെവലുള്ള ആളാണ് ഫസ്റ്റ് സ്കില്ലെന്ന് പറയുന്നത്, ആദ്യത്തെ സ്കിൽ ലെവൽ 1. സ്കിൽ ലെവൽ 2 എന്ന് പറയുന്നത് പ്രൊഫഷണൽസാണ്. സ്കിൽ ലെവൽ 3 എന്ന് പറയുന്നത് ഡിപ്ലോമ ലെവലിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു കാറ്റഗറിയിലാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ആ ഒരു വരുന്ന ആൾക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് സ്കില്ല് അയാൾക്ക് അറിയാം എന്നുള്ളത് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇപ്പോൾ നേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണലാണെങ്കിൽ, പാരാമെഡിക്കൽ പ്രൊഫഷണലാണെങ്കിൽ അവർക്ക് ഈ MOHൻ്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ DHAയുടെ സർട്ടിഫിക്കറ്റോ കിട്ടുമ്പോൾ അത് ദുബായിക്ക് ഒരു വാലിഡായ ഡോക്യുമെൻ്റാണ്. അപ്പോൾ അവരത് കാണിക്കുമ്പോൾ അവർക്കറിയാം, ഓക്കെ ഹീസ് എ പ്രൊഫഷണൽ, അവൻ ഇതുള്ളതാണ്, അല്ലെങ്കിൽ ഫാർമസി ലൈസൻസ് ഉള്ള ആളാണ്, ഇവിടെ വന്നാൽ ജോലി നോക്കി ജോലി കിട്ടിയാൽ ഇവിടെ കയറാം, അത് അറിയുന്ന ഒരാളാണെന്ന് മനസ്സിലാവും. അതല്ലാതെ അവരത് എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ പോകുന്നത്? ഇപ്പോൾ ഒരു മാനേജർ, ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു മാനേജറായിട്ട് ഒരു 5 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാണെങ്കിൽ, നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാണെങ്കിൽ അതിൻ്റേതായ രേഖകളും കൂടി വെക്കേണ്ടി വരും. എന്നാലായിരിക്കും അവരത് അക്സെപ്റ്റ് ചെയ്യുക ഈ ജോബ് സീക്കർ വിസ. അത് ഉണ്ടാവും തീർച്ചയായിട്ടും, അങ്ങനെ ഒരു കാറ്റഗറി പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ പുറത്തുനിന്ന് ഒരുപാട് കുട്ടികൾ, ഇപ്പോൾ UK നിന്നായാലും അല്ലെങ്കിൽ UK പഠിച്ച ആൾക്കാരായാലും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലുള്ള ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ, ലെബനോനായാലും അല്ലെങ്കിൽ ഏത് രാജ്യത്തു നിന്നായാലും ഇതുപോലെ ആ ടോപ്പ് യൂണിവേഴ്സിറ്റി പഠിച്ച ഈ 500 ടോപ്പ് യൂണിവേഴ്സിറ്റി പഠിച്ച കുട്ടികൾക്ക് അവർക്ക് ദുബായ് വലിയ ഓപ്ഷനാണ്. കാരണം ആ ഒരു യൂണിവേഴ്സിറ്റി പഠിച്ച കുട്ടിക്ക് ഇവിടെ വലിയ സാലറിയിൽ ജോലി കിട്ടും. അപ്പോൾ അവർക്കിവിടെ വന്നാൽ ഇവർക്കും നല്ലതാണ്, അത്രയും നല്ല ഒരു കാൻഡിഡേറ്റിന് അവർക്ക് കിട്ടി ദുബായിക്ക്. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവർ ആ വിസ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ നാട്ടിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ, കേരള യൂണിവേഴ്സിറ്റിയൊക്കെ സർട്ടിഫിക്കറ്റ്, MG യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഒന്ന് വെച്ച് പാസ്പോർട്ടും ഫോട്ടോയും വെച്ച് കഴിഞ്ഞാൽ ആ വിസ കിട്ടണമെന്നില്ല എന്നുള്ളതാണ് ഇതേപ്പറ്റി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതാണ് നമ്മളൊരു കോമൺ ലോജിക്ക് വെച്ച് ചിന്തിച്ചാലും അതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ അതാണ് ഇക്കാര്യത്തിൽ മെയിനായിട്ട് പറയാനുള്ളത്. നമ്മൾ തെറ്റിദ്ധാരണ പരത്തി വെറുതെ നമ്മളെ ആൾക്കാർക്ക് നാട്ടിലെ പ്രതീക്ഷ കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇതുണ്ടെങ്കിൽ ദുബായിക്ക് കയറി വരാമെന്ന് പറയുന്നത്, അപ്പോൾ അവർക്കതൊരു അത്രയും ഈസി ആയ ഒരു കാര്യമാണോ എന്നുള്ള രീതിയിലേക്ക് ആ തോട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞത്. അതുപോലെ പറയാനുള്ളതാണ് വിസിറ്റ് വിസയും ടൂറിസ്റ്റ് വിസയും. ശരിക്കും ദുബായിലെ വിസിറ്റ് വിസയും ഉണ്ട്, ടൂറിസ്റ്റ് വിസയും ഉണ്ട്. ഇപ്പോൾ ടൂറിസ്റ്റായിട്ട് വരുന്ന ആൾ ഏതൊരു രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ ഏതൊരു കോണിൽ നിന്നും ഒരു ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്ത് അവർക്ക് 30 ദിവസത്തേക്കോ 60 ദിവസത്തേക്കോ വരാം. അപ്പോൾ അവർക്ക് അത് വന്നു കഴിഞ്ഞാൽ ദുബായ് കണ്ട് അവർക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ചയോ സ്പെൻഡ് ചെയ്ത് അവർക്ക് തിരിച്ചു പോകും. അതാണ് ടൂറിസ്റ്റ് വിസ. വിസിറ്റ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയെ കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ എൻ്റെ പാരൻസിനെ കൊണ്ടുവരികയാണ്, ഞാനിവിടെ ഉള്ള റെസിഡൻ്റാണ്.
അപ്പോൾ എൻ്റെ ഫാമിലിയെ കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് നേരിട്ട് എൻ്റെ GDRFA സൈറ്റ് വഴി എനിക്ക് നേരിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് സെൻറ്റർ വഴിയോ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് വിസിറ്റിംഗ് വിസ. മനസ്സിലായില്ല? അല്ലാതെ ടൂറിസ്റ്റ് വിസ വേറെയാണ്, വിസിറ്റിംഗ് വിസ വേറെയാണ്. വിസിറ്റിംഗ് വിസ നമുക്കറിയാം, ടൂറിസ്റ്റ് വിസ 2 മാസമാണുള്ളത്, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 2 മാസം. പക്ഷേ വിസിറ്റിംഗ് വിസ നമുക്ക് ഒരാളെ 90 ദിവസം വരെ കൊണ്ടുവരാം. നമ്മളൊരു തഹ്സീൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി വിസ എടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്തു തരും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയെ കൊണ്ടുവരാം. അപ്പോൾ വേറെ നമ്മളൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ഫാമിലിക്ക് നമ്മുടെ ഇവിടുത്തെ ടെനൻസി കോൺട്രാക്റ്റും കാര്യങ്ങൾ അയച്ചു കൊടുത്താൽ മതിയാവും. അല്ലാതെ അവരവിടെ 3000 ദിറം കൈ പിടിക്കണം, 5000 ദിറം കൈ പിടിക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം വിസ എടുത്തിരിക്കുന്നത് സ്പോൺസർ ഞാനാണ് ആ വിസിറ്റ് വിസയിൽ, അല്ലാതെ ഒരു ടൂറിസ്റ്റ് ട്രാവൽസോ അല്ലെങ്കിൽ ഒരു ടൂർ കമ്പനിയോ അല്ല. അതാണ് ആ ടൂറിസ്റ്റ് വിസയുടെയും വിസിറ്റ് വിസയുടെയും വ്യത്യാസം. കാരണം ടൂറിസ്റ്റ് വിസ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് എടുത്തു തന്നിരിക്കുന്നത് അക്ബർ ട്രാവൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരു ട്രാവൽസ് ആയിരിക്കാം. അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ല, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളിവിടെ വന്ന് പൈസ ചിലവാക്കുന്നത്, നിങ്ങളിവിടെ വന്ന് താമസിക്കുന്നത്, നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ ആ പ്രൂഫാണ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് അവർ സ്ട്രിക്റ്റായിട്ട് ചോദിക്കുന്നത്. അത് ആ ചോദിക്കാനുള്ള സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഇത്രയും ആളുകൾ കൂടിയതുകൊണ്ടും അല്ലെങ്കിൽ ഇത്രയും ടൂറിസ്റ്റ് വിസയുടെ കോട്ട ഇങ്ങനെ ജോലി അന്വേഷിച്ച് വരുന്നവർ വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത് കൊണ്ടുമാണ് അവരത് സ്ട്രിക്റ്റ് ആക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതിനി തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കാം അത് ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം ഇപ്പോൾ തന്നെ നിലവിൽ ഒരുപാട് രാജ്യങ്ങളിൽ, മിക്ക രാജ്യങ്ങളിലും അത് അങ്ങനെ തന്നെയാണ്. ടൂറിസ്റ്റ് വിസ വേറെയാണ്, വിസിറ്റ് വിസ വേറെയാണ്, അല്ലെങ്കിൽ ജോബ് സീക്കർ വിസ വേറെയാണ്. ഇപ്പോൾ നമുക്കറിയാം ജർമ്മനിയിലെല്ലാം ജോബ് സീക്കർ വിസ നേരത്തെ ഉണ്ട്. അപ്പോൾ അതുപോലൊരു കാറ്റഗറി ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ഥിതിക്ക് അതും ഒരുപാട് പേര് ലോകത്തിൻ്റെ ഭാഗത്തുനിന്ന് ജോലിക്കായി വരുന്ന ഒരു രാജ്യമായ സ്ഥിതിക്ക് ഇനിയുള്ള കാലത്ത് അങ്ങനെ തന്നെ ആയിരിക്കും അവർ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി വരുന്നവരെ സ്വീകരിക്കാൻ പോകുന്നത്. ആ വിസ കാറ്റഗറി തന്നെ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഇതിന് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈവൻ വിസിറ്റ് വിസ, ഇപ്പോൾ ചില കമ്പനികളൊക്കെ ഒരുപാട് പേര് വിസിറ്റ് വിസ എടുത്ത് കൊടുത്ത് ഇതുപോലെ 3000 ദിറംസ് അല്ലെങ്കിൽ 5000 ദിറംസ് കാശ് കരുതി ഇവിടെ താമസിക്കുന്ന ആളുടെ അഡ്രസ് പ്രൂഫ് കൊടുത്ത് അങ്ങനെ, അല്ലെങ്കിൽ ഇവിടെ ഒരു ഹോട്ടൽ ബുക്കിംഗ് എടുത്ത് 1 മാസം ഹോട്ടൽ ബുക്കിംഗ് എടുത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ വരുമ്പോൾ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ അത് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാൻ നമുക്കറിയില്ല. അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കണം വിസിറ്റ് വിസയിൽ വരുന്നവർ. അതുപോലെ ഈ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാട്ടിൽ നിന്ന് ഈ ജോബ് വിസയ്ക്ക് അല്ലെങ്കിൽ ജോബ് സീക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഈ കാറ്റഗറിയിലുള്ളവർക്ക് ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം 400 ദിറംസിനാണ് 4 മാസത്തെ വിസ കിട്ടുന്നത്. അത് 4 മാസത്തെ വിസയാണ്, 1 എൻട്രി. അതുപോലെ നമുക്ക് ആ 1000 ദിറംസ് നമുക്ക് തിരിച്ചു തരും. എല്ലാം കൂടി ടോട്ടൽ ചാർജ് 1795 എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത് 4 മാസത്തെ വിസയ്ക്ക്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുപോലെ ഫാർമസിസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഫാർമസിസ്റ്റാണ്, ഞാനൊക്കെ വന്നത് അങ്ങനെയായിരുന്നു, എലിജിബിലിറ്റി ലെറ്ററും കൊണ്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് പിന്നെ ഒന്നും പറയാനില്ല. കാരണം ഓൾറെഡി ഇയാൾക്ക് ഇവിടെ നിൽക്കാനുള്ള അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യാനുള്ള ലൈസൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആൾ വരിക, ജോലി നോക്കുക. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതേപ്പറ്റി ഇനി കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയും, അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് വിസിറ്റ് വിസയ്ക്ക് അടുത്ത് വരികയോ അല്ലെങ്കിൽ ഈ ജോബ് സീക്കർ വിസ അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് അറിയിക്കണം. അപ്പോൾ നമുക്കത് വേറെ ആർക്കെങ്കിലും ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും സാധിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ, എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരും. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ പിന്നീട് കാണാം. നന്ദി, നമസ്കാരം.